എല്ലാവർക്കും ഇവോളോ റോബോട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ലിനക്സ്, ലിനക്സിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്താണ്, അതുപോലെ ലിനക്സിന്റെ ഫയൽ സിസ്റ്റം ട്രീനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും മാനേജ് ചെയ്യുന്നത്. വിൻഡോസിന്റെ പോലെയും മാകോസിന്റെ പോലെയും ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും മാനേജ് ചെയ്യുന്നത്. പക്ഷേ ലിനക്സും വിൻഡോസും മാകോസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിനക്സ് ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അനുസരിച്ച് ലിനക്സിനെ എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. അതുകൊണ്ടാണ് ലിനക്സിനെ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 1991 ലിനക്സ് ടോർവാൾഡ്സ് എന്ന സയന്റിസ്റ്റ് ആണ് ലിനക്സ് ക്രിയേറ്റ് ചെയ്തത്. തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇതൊരു ഹോബി പ്രൊജക്റ്റ് ആയിരുന്നെങ്കിലും അതിനുശേഷം അത് വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറുകയായിരുന്നു. ഇന്ന് കാണുന്ന പല സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലും ആൻഡ്രോയിഡ് ഫോൺസ് ആൻഡ് IoT ഡിവൈസസിലും ലിനക്സ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് മേക്സ് ലിനക്സ് സ്പെഷ്യൽ? മുന്നേ പറഞ്ഞ പോലെ തന്നെ ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ആണ്. ഓക്കെ, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, കസ്റ്റമൈസബിൾ ആണ്. ലിനക്സിന്റെ കമാൻഡ് ലൈൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലിനക്സിന്റെ പലതരം ഡിസ്ട്രോകൾ കാണാം. റെഡ് ഹാറ്റ്, ഫെഡോറ, ടിബിയൻ, സൂസി, ഉബുണ്ടു ലിനക്സ്, ലിനക്സ് മിന്റ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ആണ്. അത് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ കാരണം അതൊരു യൂസർ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് കാണാം ആർക്കിടെക്ചർ. ലിനക്സിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് കേണൽ ആണ്. ഈ കേണൽ ത്രൂ ആണ് നമുക്ക് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് പെരിഫറലുകളെയും നമുക്ക് ഹാർഡ്വെയർ ഡിവൈസസിൽ ഉൾപ്പെടുത്താം. എക്സാമ്പിളായിട്ട് റാം, STD, CPU, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കമ്പോണൻസും നമുക്ക് ഹാർഡ്വെയർ സെക്ഷനിൽ ഉൾപ്പെടുത്താം. ഷെൽ എന്താണ് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പലതരം ഷെല്ലുകൾ കാണാം. ബാഷ്, ZSH, ഇഷ്, TCSH, KSH. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബാഷ് ഷെല്ലാണ്. ഒരു ബിഗിനർ ആയിട്ടുള്ള യൂസർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെല്ലാണ് ബാഷ്. ഇതാണ് ഒരു ലിനക്സ് ഫയൽ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം ഒരു /. ഇതിന്റെ റൂട്ട് ഡയറക്ടറി എന്ന് പറയും. ഈ റൂട്ട് ഡയറക്ടറിയുടെ അകത്താണ് ബാക്കി കാണുന്ന എല്ലാ ഫോൾഡേഴ്സുകളും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൾഡേഴ്സിന്റെ അകത്ത് എന്താണ്, ഏത് ടൈപ്പ് ഫയൽസ് ആണ് ഉള്ളതെന്ന് നമുക്കിവിടെ റീഡ് ചെയ്യാവുന്നതാണ്.